നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റ് ക്രിക്കറ്റ് മന്താണ്. അതിന് ഗംഭീര തുടക്കം തന്നെ ലഭിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയയും ബംഗ്ലാദേശും തമ്മിൽ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര. ആദ്യ ടെസ്റ്റ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. രണ്ടാം ടെസ്റ്റ് ഓഗസ്റ്റ് 22-നാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര. ആദ്യ ടെസ്റ്റ് 15-ാം തീയതി ആരംഭിക്കും. രണ്ടാം ടെസ്റ്റ് 23-ാം തീയതി ആരംഭിക്കും. പാകിസ്ഥാനും ഇംഗ്ലണ്ടും തമ്മിൽ 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര. ആദ്യ ടെസ്റ്റ് ഓഗസ്റ്റ് 19-ന് ആരംഭിക്കും. രണ്ടാം ടെസ്റ്റ് ഓഗസ്റ്റ് 27-ന് ആരംഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റ് പരമ്പരയുടെ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ ഒരു മന്താണ്. അപ്പോൾ അതിനാണ് ഇവിടെ ഗംഭീര തുടക്കം ഉണ്ടായിരിക്കുന്നത്. ഡാർവിനിൽ ആദ്യ ടെസ്റ്റ്, അതിൽ ബംഗ്ലാദേശ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഹസൻ മഹ്മൂദിൻ്റെ ബൗളിംഗാണ്. 6 വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതെടുത്തത്. ഓസ്ട്രേലിയയെ വെറും 53 ഓവറിൽ ഓൾ ഔട്ടാക്കി കളഞ്ഞു ബംഗ്ലാദേശ്. 6 വിക്കറ്റുമായിട്ട് മിന്നിക്കത്തി ഹസൻ മഹ്മൂദ്. ഹസൻ മഹ്മൂദിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ വെറും 15 ടെസ്റ്റ്, ഓൾറെഡി ഇന്ത്യയിൽ അദ്ദേഹം ഫൈഫർ എടുത്തിട്ടുണ്ട്, പാകിസ്ഥാനിൽ ഫൈഫർ എടുത്തിട്ടുണ്ട്. ഇതാ ഓസ്ട്രേലിയ പോയിട്ട് തൻ്റെ ആദ്യ ഔട്ടിങ്ങിൽ അദ്ദേഹം ഫൈഫർ എടുത്തിരിക്കുകയാണ്. ഫൈഫറല്ല, അദ്ദേഹം 6-ആണ്. 5 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇപ്പം 53 ഓവർ മാത്രം ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയ 198 റൺസിന് ആദ്യ ഇന്നിങ്സിൽ ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നല്ല ചെറുത്തുനിൽപ്പ് നടത്തി സ്മിത്തിൻ്റെ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ആ ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് വളരെ പരിതാപകരമായൊരു സ്കോറിൽ അവസാനിച്ചതിന്. ആ നാണക്കേട് ഒഴിവാക്കിയത് സ്മിത്തിൻ്റെ ചെറുത്തുനിൽപ്പാണ്. ട്രാവിസ് ഹെഡ് 22 റൺസുമായിട്ട് മടങ്ങിപ്പോയി. അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്ന ജെയ്ക്ക് വെതറാൾഡ് ആദ്യം തന്നെ മടങ്ങിയിരുന്നു. ആദ്യം മടങ്ങിയത് വെതറാൾഡാണ്, പിന്നീട് ട്രാവിസ് ഹെഡും മടങ്ങി. 2 ഓപ്പണർമാരെയും മടക്കി വിട്ടുകൊണ്ട് ഹസൻ മഹ്മൂദ് തൻ്റെ പണി ആരംഭിച്ചു. ട്രാവിസ് ഹെഡ് 22 റൺസും വെതറാൾഡ് 23 റൺസുമാണ് അടിച്ചത്. മാർനസ് ലബുഷൈൻ അടിച്ചത് ഒരേ 1 റൺസാണ്. ഇബാദത്ത് ഹുസൈനാണ് അദ്ദേഹത്തെ മടക്കി വിട്ടിരുന്നത്. സ്റ്റീവ് സ്മിത്ത് പൊരുതി നിന്നു. ഒടുവിൽ സ്റ്റീവ് സ്മിത്ത് ഹസൻ മഹ്മൂദിൻ്റെ പന്തിൽ തന്നെയാണ് ലിറ്റൻ ദാസ് പിടിച്ച് പുറത്തായത്. അദ്ദേഹം 71 റൺസ് അടിച്ചു. ക്യാമറൂൺ ഗ്രീന് പരാജയപ്പെട്ടു. തസ്കിൻ അഹമ്മദിൻ്റെ മുന്നിൽ മുഷ്ഫീഖുർ റഹീം പിടിച്ച് മടങ്ങുകയായിരുന്നു. ഗ്രീൻ ആകെ അടിച്ചത് 13 റൺസാണ്. അലക്സ് ക്യാരി ആവട്ടെ 19 റൺസ്. ഇബാദത്ത് ഹുസൈനാണ് വിക്കറ്റ് എടുത്തത്. വെബ്സ്റ്റർ തസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ പുറത്തായി 12 റൺസാണ് അടിച്ചത്. പാറ്റ് കമിൻസ് 9 റൺസ് അടിച്ചു. ഹസൻ മഹ്മൂദ് പറഞ്ഞു വിട്ടു. മിച്ചൽ സ്റ്റാർക്ക് ഹസൻ മഹ്മൂദ് പറഞ്ഞു വിട്ടു, 1 റൺസാണ് അടിച്ചത്. നദാൻ ലിയോൺ ഹസൻ മഹ്മൂദ് പറഞ്ഞു വിട്ടു, 7 റൺസാണ് അടിച്ചത്. ജോഷ് ഹേസൽവുഡ് 4 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനം ഹസൻ മഹ്മൂദിൻ്റെ ഭാഗത്ത് നിന്ന്. 17 ഓവറിൽ 55 റൺസിന് അദ്ദേഹം 6 വിക്കറ്റുകൾ പിഴുതെടുത്തപ്പോൾ 2 വിക്കറ്റുകൾ വീതം തസ്കിൻ അഹമ്മദും ഇബാദത്ത് ഹുസൈനും എടുക്കുകയുണ്ടായി. തസ്കിൻ 16 ഓവറിൽ 55 റൺസിന് 2 വിക്കറ്റ്, ഇബാദത്ത് ഹുസൈന് 11 ഓവറിൽ 39 റൺസിന് 2 വിക്കറ്റ്. ബംഗ്ലാദേശിൻ്റെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ 4ാമത്തെ ഓവർ പുരോഗമിക്കുകയാണ്. 12 റൺസുമായിട്ടാണ് അവർ ഇപ്പോൾ ക്രീസിൽ. വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് വേണ്ടി ഷദ്മാൻ ഇസ്ലാമും അതുപോലെ തൻസിദ് ഹസനും ഓപ്പൺ ചെയ്യുന്നു. ഏതായാലും വീഡിയോ എഡിറ്റ് ചെയ്ത് പബ്ലിഷൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ കണക്കിൽ മാറ്റം വന്നേക്കാം. ഏതായാലും ഓസീസ് പേസർമാർ കനത്ത രൂപത്തിൽ തിരിച്ചടി നൽകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിക്കുന്നത്. ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്കും ജോഷ് ഹേസൽവുഡുമാണ് ഓപ്പണിംഗ് സ്പെല്ല് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ എത്താം.